അടുത്തത് ആറ്റിങ്ങൽ മണ്ഡലം. ആറ്റിങ്ങൽ 2019 വരെ LDFിൻ്റെ കോട്ടയായിരുന്നു. കോന്നിയിൽ നിന്ന് അടൂർ പ്രകാശ് അപ്രതീക്ഷിതമായി ആറ്റിങ്ങലിലേക്ക് വന്നപ്പോഴാണ് ആ മണ്ഡലം LDFിന് കൈവിട്ടത്. ഇത്തവണ അതേ അടൂർ പ്രകാശ് മത്സരിക്കുന്നു. ആറ്റിങ്ങലിൽ CPMൻ്റെ ജില്ലാ സെക്രട്ടറി വി ജോയ് ഏത് വിധേനയും ആറ്റിങ്ങൽ പിടിച്ചെടുക്കണം എന്ന കരുത്തോടുകൂടി മത്സരിക്കുന്നു. കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആറ്റിങ്ങലിലേക്ക് മത്സരത്തേക്ക്. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ വലിയ വോട്ടാണ് ആറ്റിങ്ങലിൽ പിടിച്ചെടുത്തത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് LDF മണ്ഡലത്തിൽ തോറ്റത്. ഇത്തവണ വി മുരളീധരൻ അത്രയും വോട്ട് പിടിക്കാൻ സാധിക്കും. നാഷണൽ മീഡിയാസ് എല്ലാം തന്നെ BJPക്ക് 3 സീറ്റ് വരെ പറയുന്നുണ്ട്. അതിലൊന്ന് ആറ്റിങ്ങലാണ്. വി മുരളീധരൻ പിടിച്ചെടുക്കും എന്നവർ വിശ്വസിക്കുന്നുണ്ട്. CPM സ്ഥാനാർത്ഥി വി ജോയ് എന്ന് പറയുന്നത് CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ സംഘടനാ സംവിധാനം വളരെ ശക്തമായി ആറ്റിങ്ങലിൽ കേന്ദ്രീകരിക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ CPM മത്സരിക്കുന്ന ഏക മണ്ഡലം എന്ന നിലയ്ക്ക് തന്നെ CPMൻ്റെ സർവ്വസന്നാഹങ്ങളും ആറ്റിങ്ങലിൽ കേന്ദ്രീകരിക്കുന്നുണ്ട്. അടൂർ പ്രകാശിന് യാതൊരുവിധ പരിഭ്രമവുമില്ല. അദ്ദേഹത്തിൻ്റെ വോട്ട് ബാങ്കിൽ പ്രതീക്ഷ അർപ്പിക്കും. പ്രത്യേകിച്ച് ഈഴവ വോട്ട് ബാങ്കുകൾ ഏകപക്ഷീയമായി അടൂർ പ്രകാശിന് നേടിയെടുക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു വലിയ വിഭാഗം വോട്ടുകൾ അടൂർ പ്രകാശ് നേടിയെടുക്കും എന്ന് തന്നെ വേണം കരുതാൻ. അവിടെ ശക്തമായ ഈഴവ വോട്ടുകളുള്ള മണ്ഡലമാണ്. ഇത്രയൊക്കെ ഇരിക്കെ ഇത് സാധാരണഗതിക്ക് ഒരു LDF അനുകൂല മണ്ഡലമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ LDFന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന മണ്ഡലങ്ങളാണ്. LDFിൻ്റെ വിജയത്തെ പ്രതിരോധിക്കുന്നത് അടൂർ പ്രകാശാണ്. അടൂർ പ്രകാശ് എന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം കൊണ്ട് കിട്ടുന്ന വോട്ടുകൾ, അദ്ദേഹത്തിൻ്റെ സ്വാധീനം കൊണ്ട് കിട്ടുന്ന വോട്ടുകൾ ആറ്റിങ്ങലിലെ വിജയം അദ്ദേഹത്തിന് അനുകൂലമാക്കുന്നു. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ട് ഇത്തവണ ആറ്റിങ്ങലിൽ വി മുരളീധരനെ പിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് LDFിൻ്റെ വിജയത്തിലേക്ക് നയിക്കാനാണ് സാധ്യത. ആറ്റിങ്ങൽ LDFിന് കൈവിടും എന്ന് കരുതാനാവില്ല. ആറ്റിങ്ങലിൽ ഇത്തവണ LDFിൻ്റെ സ്ഥാനാർത്ഥി വി ജോയ് വിജയിക്കാനാണ് സാധ്യത.